ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഞാൻ പൗഡറാക്കി എടുത്തു. ഒരുപാട് നല്ല പൗഡറല്ല, ഫൈൻ പൗഡറല്ല, തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് അതൊരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. 500 ഗ്രാമിൻ്റെയാണ്, കുറച്ച് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി വലിയ പാത്രത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കും. അത് ഉരുകുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കാഷ്യൂ നട്ടും ബദാമും കൂടെ പൊടിച്ചതുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പാണ് ഒഴിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ഈ കളറ്. അതായത് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ച് ഒന്ന് നൂൽ പരുവാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ചോക്ലേറ്റ് കൂടെ നോക്കണം. ഒരു കാരണവശാലും വെള്ളം ആവി ചോക്ലേറ്റിൽ ഉണ്ടാകാൻ പാടില്ല, വെള്ളത്തിൻ്റെ അംശം ഒന്നിലും ഉണ്ടാകാൻ പാടില്ല. ആണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി വരത്തില്ല. സ്പൂണൊക്കെ ഉണങ്ങിയത് തന്നെ ഇടണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഒരുപാട് ഒഴിക്കേണ്ട, ഒരു ആവശ്യത്തിന് വെച്ച് നമുക്കറിയാമല്ലോ, നമ്മുടെ കൈ വെച്ചിട്ടിങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു പരുവം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെറും ചെറിയ ഉരുളകളായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഉരുട്ടി വയ്ക്കണം. നമ്മുടെ ചോക്ലേറ്റിനകത്ത് വയ്ക്കുന്നതാണിത് കേട്ടോ. ചോക്ലേറ്റിനകത്ത് ഫില്ലിങ്ങാണിത്. അപ്പോൾ കുറച്ച് ഒരു 25 ഉരുള നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായി. ഇനി നമുക്ക് ചോക്ലേറ്റ് മോഡ് എടുക്കാം. ഇത് നമ്മുടെ ചോക്ലേറ്റ് മോഡൊക്കെ ഇത് ഞാൻ സിലിക്കോണിൻ്റെയാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ മേടിക്കാൻ കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഐസിൻ്റെ ട്രേക്കകത്ത് നമുക്ക് ഒഴിച്ച് വയ്ക്കാൻ പറ്റും. ഇതിലൊന്നും വെള്ളത്തിൻ്റെ തുള്ളി പോലും കാണരുത് കേട്ടോ. അപ്പം നമ്മുടെ മോഡിലോട്ട് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ഭാഗത്തിന് നമുക്ക് സ്പൂൺ വെച്ചിട്ട്, ഇനി ഐസിങ് ബാഗ് ഉണ്ടല്ലോ, നമുക്ക് അതിലായാലും നമുക്കിങ്ങനെ കളയാതെ ഒഴിക്കാൻ പറ്റും. സ്പൂണാകുമ്പോൾ ഒരുപാട് നമ്മൾ എടുക്കുമ്പോഴൊക്കെ പോകും കേട്ടോ. ഞാനിപ്പോൾ സ്പൂണാണ് എടുത്തത്. പക്ഷെ ഞാനിതിപ്പം ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കി വീട്ടിൽ, അതിന് ശേഷമാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് രണ്ടാമത് ഉണ്ടാക്കിയത്. അപ്പോൾ പകുതി വീതം നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കണം. മറ്റേ ട്രേയിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ച് വയ്ക്കാം. അപ്പം നമ്മൾ ഇതുപോലെ 2 ട്രേയിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു ട്രേയിൽ ബദാമും കാഷ്യൂ നട്ടും രണ്ടും കൂടെ ഓരോന്നിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ ട്രേയിൽ ഒഴിച്ച് വെച്ച ചോക്ലേറ്റിനകത്ത് നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, കാഷ്യൂ നട്ടും ബദാമിൻ്റെയും കൂടെ പൗഡർ മിക്സ് ചെയ്ത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ചോക്ലേറ്റ്. എന്നാലും നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കൈ വെച്ച് കേട്ടോ. അപ്പം നമ്മളിതുപോലെ രണ്ടിലും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതിൻ്റെ മുകളിലോട്ട് പുറത്തൊക്കെ പോകാതെ വേണം ഒഴിക്കാൻ. പക്ഷേ ഞാൻ ഒഴിച്ചപ്പോൾ ഒരുപാട് ഓവറായിട്ട് ഒഴിച്ച് ഒന്ന് തട്ടി കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് വീണ്ടും ഫ്രിഡ്ജിനകത്ത് ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ ഐസ് ട്രേയിൽ അധികം വന്നായിരുന്നു കുറച്ച്. അത് ഞാൻ നമ്മുടെ ഐസ് ട്രേയിനകത്തോട്ടൊരു 3 എണ്ണം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഇളക്കിയെടുക്കാം. പിന്നെ സിലിക്കോൺ മോഡാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം നല്ല ചോക്ലേറ്റാണ്. നല്ല ഷേപ്പിൽ ഒരുപാട് ഓവറായിട്ട് അതിൻ്റെ മുകളിലോട്ട് നിന്ന്, പക്ഷേ അത് നമ്മൾ നല്ലതുപോലെ ഒന്ന് വടിച്ചെടുത്ത് മാറ്റിയെങ്കിൽ ഇത്രയും ഇതിൽ നല്ല ഷേപ്പായിട്ടിട്ട്. ഇത് നമ്മുടെ ഐസ് ട്രേയിൽ ബാക്കി ഒഴിച്ച് വെച്ചാണ് കേട്ടോ.
അപ്പം ഇത്രയും ചോക്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വലിയ വില കൊടുത്തൊക്കെ ഷോപ്പിൽ നിന്ന് മേടിച്ചാലും നമുക്ക് കുട്ടികൾക്കായാലും ഇപ്പോൾ വലിയവർക്കായാലും കഴിക്കണമെങ്കിൽ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് ആയിരിക്കത്തില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം. നമ്മളിപ്പോൾ ആദ്യം നമ്മുടെ നട്ട്സും എല്ലാം പൗഡർ കുഴച്ച് ചേർത്ത മിക്സില്ലേ, അതാണത്. നല്ല കട്ടിയായിട്ടുണ്ട് ഇപ്പം. മറ്റേത് കാഷ്യൂനട്ടും ബദാമും വെച്ചില്ലേ, അതും കട്ട് ചെയ്ത് കാണിക്കാം. ഉണ്ട്, നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണല്ലോ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കൂടുതൽ സന്തോഷമാവും. കുറച്ച് നാളിത് നമ്മളിരിക്കും. നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കല്, പുറത്ത് തന്നെ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിതൊരു ടിന്നിനകത്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.